ഉച്ചക്കത്തേക്കുള്ള കൂട്ടാൻ എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ നോക്കാനായിട്ട് ഞാൻ ആറ്റിൻ്റെ അവിടെ ഇറങ്ങി വന്നതാണ്. മീനൊക്കെ നല്ലപോലെ കിടന്ന് തുള്ളി കളിക്കുന്നുണ്ട്. പിന്നെ ഒരു കുടുക്കിടാന്ന് വിചാരിച്ചിട്ട് കുറച്ച് പഴഞ്ചോറ് എടുത്ത് അതിനകത്തോട്ട് ഇട്ടിട്ട് അതങ്ങ് നീട്ടി ആറ്റിലേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞു കേട്ടോ. ഇനി ഇതൊരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കാം. അതിനകത്ത് വല്ലതും കയറിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ നമുക്ക് ഉച്ചക്കത്തേക്കായല്ലോ, തോരനോ അല്ലെങ്കിൽ വല്ല വറുത്തുമൊക്കെ എടുക്കുക. അങ്ങനെ അതിട്ടിട്ട് വന്നിട്ട് ചോറും അടുപ്പത്തോട്ട് അങ്ങ് വെച്ചു. അരി അങ്ങോട്ട് കഴുകിയിട്ടിട്ട് ഇടയ്ക്കൊന്നും ഒന്ന് നോക്കി കേട്ടോ. മീനൊക്കെ നല്ലപോലെ തുള്ളി കളിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ കുടുക്കകത്തതൊക്കെ കയറിയോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചത് വലിച്ചു പോക്കി കേട്ടോ. അതിനകത്തൊന്നും ഒന്നും കയറിയിട്ടില്ല. എന്നാൽ സാരമില്ല, പിന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്നുകൂടി ഇട്ടിട്ട് ഇങ്ങനെ കയറിപ്പോകുന്നു. അപ്പോഴത്തേക്ക് ഒരു ചെറിയ മഴച്ചാറ്റിലൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. കുറേ നേരമായിട്ട് മീനൊന്നും കിട്ടാഞ്ഞുകൊണ്ട് അതുവഴി വന്ന മീൻകാരൻ ചേട്ടനെ ഞങ്ങളെന്ന് വെച്ചാൽ ചൂര ഇങ്ങ് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഇതങ്ങ് കടവിലോട്ടിരുന്നങ്ങ് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടും അങ്ങനെ അത് വൃത്തിയാക്കുവാണ്. അപ്പോൾ ഇന്ന് ആറ്റുമീനൊന്നുമില്ല, കടമയും വെച്ചിട്ട് നമുക്കിന്ന് ചോറ് കഴിക്കാം. ഇതുണ്ടാക്കി എന്തെങ്കിലും കറിയാക്കിയിട്ട് ചോറ് കഴിക്കാം കേട്ടോ. അങ്ങനെ മീനൊക്കെ അങ്ങ് വെട്ടി അങ്ങ് എഴുന്നേറ്റ് പോകുന്നു കേട്ടോ. പോരുന്നതിന് മുമ്പ് ഞാൻ ഒന്നുകൂടി ഇട്ട് കുടുക്കി ഒന്നുകൂടെ ഇട്ടത് ഒന്ന് പൊക്കി നോക്കിയേ, അതിനകത്തൊന്നും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അതങ്ങനെയാണ്, ചില സമയത്ത് നമ്മൾ എത്ര ഇട്ടാലും കിട്ടത്തില്ല. അത് ചില സമയത്ത് നമുക്ക് ഒരു പ്രാവശ്യം ഇട്ട് രണ്ടാമത്തെ പ്രാവശ്യം ഇട്ടാലും മൂന്നാമത്തെ പ്രാവശ്യം ഇട്ടാലും ആ കുടുക്ക നിറച്ച് നമുക്ക് മീൻ കിട്ടും കേട്ടോ. അങ്ങനെ ചൂരയെല്ലാം വെട്ടിയെടുത്തുകൊണ്ട് വന്ന് അകത്ത് കൊണ്ട് നല്ല പോലെ അങ്ങ് മുറിച്ച്, മഴച്ചാറ്റുള്ളതുകൊണ്ട് ഞാൻ കയറി പോകുന്നു കേട്ടോ. മുറിച്ച് അത് ഉപ്പൊക്കെ ഇട്ട് നല്ല പോലെ അങ്ങ് തേച്ച് കഴുകി ഇങ്ങെടുത്ത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചട്ടി അടുപ്പത്തോട്ട് വെച്ച് മുളകും മല്ലിയും മഞ്ഞളും ഒക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തു. അപ്പോൾ ഞാനിന്ന് ചൂര ഇച്ചിരി തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട്, അപ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ നല്ല മഴയൊക്കെ അങ്ങോട്ട് പെയ്തു തുടങ്ങി. അങ്ങനെ തേങ്ങ അരച്ച് ചട്ടിയിലോട്ട് ചാറൊക്കെ നല്ല പോലെ ഇങ്ങനെ തിളച്ചങ്ങനെ വരുന്നുണ്ട്. തിളച്ച് വന്നപ്പോഴത്തേക്ക് കഷ്ണങ്ങളൊക്കെ അങ്ങോട്ട് പറക്കി അങ്ങോട്ട് ഇട്ട് കേട്ടോ. ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ചോറ് കഴിക്കാൻ സമയമാകും. അപ്പോൾ ഇത് നമുക്ക് ചൂരക്കറിയൊക്കെ കൂട്ടി നല്ല ഉച്ചയ്ക്ക് അടിപൊളി ഒരു ഊണം കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു.